ഇപ്പോൾ അൻപോട് രാജമാണിക്യം എന്ന പുസ്തക പ്രകാശനത്തിൽ മമ്മൂട്ടി സംസാരിക്കുകയാണ്. അതിലേക്ക് പുള്ളി ഫുൾ മലയാളവും പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടുന്ന് വിട്ടുപോകാൻ താല്പര്യമില്ല, ഇവിടുത്തെ ഭക്ഷണം എടുത്ത മനുഷ്യർ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, നമ്മൾക്ക് അത്ര നല്ല മനുഷ്യരാണ് അങ്ങനെ. പക്ഷേ ഉണ്ടല്ലോ, തപ്പിയെടുത്താൽ കിട്ടും. ഭൂരിപക്ഷം നല്ലതാവും, രണ്ടെണ്ണമൊക്കെ എവിടെ എവിടെയും കാണുമെന്ന്. എല്ലാ അരിമഴിച്ചാലും കുറച്ച് കല്ല് കാണും, അത് കുഴപ്പമില്ല. അതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ എല്ലാവരും ജോസഫ് അലക്സ് അല്ല, പക്ഷെ ഒരു ചില പേർക്ക് വേറെ ചില രൂപത്തിലുള്ള ജോസഫ് അലക്സ് ആകാം. രാജമാണിക്യത്തെ ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാണ്. തോട്ടിപ്പണിയാണ് പുള്ളി ആദ്യം ഇവിടെ വന്നിരുന്നത്. അപ്പോൾ കളക്ടർ തോട്ടിപ്പണി വൃത്തിയാക്കണം, ഇവൻ ജോസഫ് അലക്സിന് വെല്ലുവല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് അന്വേഷിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇവിടെ എറണാകുളത്ത് കുടിവെള്ള വിതരണം അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. രാജമാണിക്യം കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയ ആയിട്ട് വരാനുള്ള പരിപാടിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിന് വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ടായെന്ന് തോന്നുന്നു. ഏതായാലും അനുഭവങ്ങൾ ഇതിപ്പോൾ ജീവിതത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് ഒരു മനുഷ്യ ജീവിതം മുഴുവൻ. അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ MGR ആയി തീരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. രാജമാണിക്യം IASന്റെ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകമാണ് മമ്മൂട്ടി അല്പസമയം മുൻപ് പ്രകാശനം ചെയ്തത്. അദ്ദേഹം രാജമാണിക്യവുമായുള്ള ബന്ധം, വർഷങ്ങളായുള്ള ബന്ധം കൂടി പരാമർശിച്ചാണ് വേദിയിൽ സംസാരിച്ചത്.